അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ഉമ്മുൽ ഖുറ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ സമസ്തയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ പിഞ്ചോമന മക്കൾ, അൽഹംദുലില്ലാഹ് 8ാമത്തെ വർഷമാണ് നമ്മളിങ്ങനൊരു പരിപാടി എല്ലാ റബീഉൽ അവ്വൽ മാസത്തിലും കൊണ്ടാടുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടി റബീഉൽ ആഖിറിലാണ് നമ്മളിപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അതിൻ്റെ മഹിത ഒട്ടും ചോരാതെ തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ഉസ്താദുമാരുടെ കഠിനാധ്വാനം കൊണ്ട് വളരെ നല്ല രീതിയിൽ രാവിലെ 9 മണി മുതൽ ഇപ്പോൾ ഈ സമയം വരെ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനാദ്യമായി അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, ഉമ്മുൽ ഖുറ മദ്രസ എന്ന് പറയുമ്പോൾ ഷാർജയുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ബ്രാൻഡ് നെയിമായി മാറിയിരിക്കുകയാണ്. മദ്രസ എന്ന് കേൾക്കുമ്പോൾ അത് ഉമ്മുൽ ഖുറ മാത്രമാണ് എന്ന രീതിയിലേക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ വളർന്നു വരികയാണ്. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളെ മതരംഗത്ത് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സ്കൂൾ പഠനം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അത് മതപഠനത്തെ ബാധിക്കരുത് എന്ന അതിയായ ആഗ്രഹം നമ്മുടെ സുന്നി പ്രവർത്തകർക്ക് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മദ്രസ ഇവിടെ തുടങ്ങാൻ വേണ്ടി കാരണമായത്. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ മദ്രസയിൽ പല നിലക്കുമുള്ള ബാച്ചുകൾ നടന്നു പോവുകയാണ്. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള നോർമൽ ഡേയ്സ് ബാച്ചും, അതുപോലെ ശനി ഞായർ ദിവസങ്ങളിലുള്ള വീക്കെൻഡ് ബാച്ചുകളും, അതുപോലെ ഈ 2 സമയത്തും വരാൻ പറ്റാത്ത കുട്ടികൾക്ക് ഈവനിങ് ബാച്ച് എന്നുള്ള രീതിയിൽ ഫ്രൈഡേ സാറ്റർഡേകളിൽ നമ്മളിവിടെ നടത്തി വരികയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ പുതിയ ബ്രാഞ്ചായ മൊബൈലയിലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ഈ 3 ബാച്ചും കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഷാർജയിലുടനീളം നമ്മൾക്ക് നൽകുന്നുണ്ടെങ്കിലും അതിൽ എത്താൻ പറ്റാത്ത, ട്രാൻസ്പോർട്ടേഷൻ നൽകാൻ പറ്റാത്ത ഏരിയയിലുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ടും അൽഹംദുലില്ലാഹ് ആത്മാഭിമാനത്തോടു കൂടി പറയുകയാണെങ്കിൽ അബുദാബിയിൽ നിന്നും, റാസിൽ ഖമയിൽ നിന്നും, അതുപോലെ ബഹ്റൈനിൽ നിന്നും വരെയുള്ള കുട്ടികൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഉസ്താദുമാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ മതവിദ്യാഭ്യാസം നുകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ നമ്മൾക്ക് ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അതുപോലെ ഷാർജയിൽ വളരെ നല്ല രീതിയിൽ ഒരു സ്വന്തമായ ഒരു ആപ്ലിക്കേഷനിൽ കൂടി തന്നെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഈ ഉമ്മുൽ ഖുറ മദ്രസയിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ അക്കാഡമിക് മാത്രമല്ല, അതുപോലെ നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിലും അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നടന്ന അബുദാബിയിൽ നടന്ന മുസാബഖയിൽ അൽഹംദുലില്ലാഹ് 33ഓളം മദ്രസകൾ പങ്കെടുത്തപ്പോൾ അതിൽ ചാമ്പ്യന്മാരായത് നമ്മുടെ ഉമ്മുൽ ഖുറ മദ്രസയാണ്. ആദ്യമായിട്ടാണ് ഉമ്മുൽ ഖുറ മദ്രസ അത്തരം വലിയൊരു ഈ UAE-യിൽ തന്നെ ഏറ്റവും വലിയ കലാമേളയിൽ പങ്കെടുക്കുന്നതും ആദ്യമായിട്ട് അൽഹംദുലില്ലാഹ് നമുക്കൊരു ചാമ്പ്യൻസ് പട്ടം തന്നെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും നന്നായി ഇവിടെ കുട്ടികളെ പാഠ്യേതര വിഷയങ്ങളിലും പാഠ്യവിഷയങ്ങളിലും മക്കളെ വളരെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുകയും അതിനുവേണ്ടി പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഉസ്താദുമാരുടെയും അതുപോലെ പ്രിയങ്കരായ രക്ഷിതാക്കളുടെയും കഠിനാധ്വാനം കൊണ്ട് തന്നെ ആണെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് കാലം ഖിയാമത്ത് നാൾ വരെ ഈ ഒരു സംവിധാനം നിലനിന്നു പോവാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ അധ്യാപകന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 34ഓളം അധ്യാപകർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതുപോലെ നാട്ടിൽ നിന്നും വലിയ ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള, മതഭൗതിക രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉസ്താദുമാരെയാണ് നമുക്ക് അൽഹംദുലില്ലാഹ് ഉമ്മുൽ ഖുറ മദ്രസയിലുള്ളത്. 34 ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ 8-10 വർഷങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഉസ്താദുമാരാണ് നമ്മുടെ ഉസ്താദുമാർ. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അവർക്കെല്ലാവർക്കും ദീർഘായുസ്സും
ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇനിയും ഈ ഒരു മേഖലയിൽ ഒരുപാട് കാലം പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നമുക്കറിയാം, നല്ല രീതിയിലുള്ള ഓപ്പൺ ഹൗസുകൾ ഓരോ വർഷത്തിലും രണ്ട് ടേമുകളിലായി നടക്കുന്ന എക്സാമുകൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് സ്കൂൾ സംവിധാനത്തെ വെല്ലുന്ന രീതിയിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഓപ്പൺ ഹൗസുകൾ സംഘടിപ്പിക്കാറുണ്ട്. കുട്ടികളുടെ പഠന നിലവാരത്തെ നമ്മൾ രക്ഷിതാക്കൾ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. നമുക്ക് നേരത്തെ ഇവിടെ കഴിഞ്ഞ പബ്ലിക് എക്സാമിലെ റിസൾട്ട് അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ UAE മറ്റു മദ്രസകൾക്ക് മാതൃകയായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളും പൊതുപരീക്ഷയ്ക്കിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 156 കുട്ടികളെ നമുക്ക് പൊതുപരീക്ഷയിൽ ഇരുത്താൻ പറ്റി. എല്ലാവരും നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും 37ഓളം ഡിസ്റ്റിങ്ഷനോടെ നമുക്ക് അതുപോലെ 86 ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മളെ വിദ്യാർത്ഥികളെ ഉന്നത ക്ലാസ്സുകളിലേക്ക് പൊതുപരീക്ഷയിൽ പാസ്സായതായി നിങ്ങളെല്ലാവരും നേരത്തെ അറിഞ്ഞതാണ്. അതുപോലെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ്, അതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ രക്ഷിതാക്കൾ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 34ഓളം അധ്യാപകർ, ഇവരുടെ എല്ലാവരുടെയും കൂട്ടമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇങ്ങനെയൊരു സംവിധാനം നമുക്കിവിടെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ നമ്മൾ ഇന്ന് നടന്ന ഫെസ്റ്റ്, അതിന് 1.5 മാസം മുമ്പേ ബഹുമാനപ്പെട്ട ഉസ്താദുമാരും അതുപോലെ ഓൺലൈൻ സംവിധാനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കളും വളരെ നല്ല രീതിയിൽ പരിശീലനം നൽകുകയും അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ ആ പരിപാടി ഇവിടെ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മറ്റു മദ്രസകൾക്ക് മാതൃകയായി അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഉമ്മുൽ ഖുറ മദ്രസ ചെയ്തു പോകുന്നു. അതിനൊക്കെ നിങ്ങളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ ഒരു സംവിധാനം വളരെ നിയമപരമായ പ്രശ്നങ്ങൾക്കിടയിലൂടെയും അൽഹംദുലില്ലാഹ് നമുക്ക് ഇത്രയും ഒരു നല്ല സംവിധാനം കൂടി മുമ്പോട്ട് പോകണമെങ്കിൽ തന്നെ നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഒരു മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അവരുടെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഒരു മദ്രസീയ സംവിധാനത്തേക്ക് അവർ സഹായിക്കുന്നത്. ഉസ്താദുമാരുടെ ഭാഗത്തു നിന്ന് എന്താവശ്യപ്പെട്ടാലും ഒരു നിലക്കും നോ പറയാതെ എല്ലാത്തിനും ഞങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ്, അവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. അൽഹംദുലില്ലാഹ് അതുപോലെ നാട്ടിലും നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു പരിപാടിയെ വീക്ഷിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അവർക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.